മറ്റ് വേദിയിൽ ഉപേക്ഷയായ മഹാന്മാരാവുന്ന സാദാത്തുകൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഈ മഹല്ല് ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ സാരഥികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിങ്ങൾ, മോമിനാത്തുകൾ, സ്നേഹനിധികളായ താലിമീങ്ങൾ, ബഹുമാനമുള്ളവരെ, നിങ്ങളുടെ പ്രിയങ്കരനാവുന്ന ബഹുമാന്യനാവുന്ന മുദരിസ് മുഹമ്മദ് കുട്ടി ദാരിമിയെ ആദരിക്കപ്പെടുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ദർശനിക്ക് 30 വർഷം തികഞ്ഞ ആ ഒരു സന്തോഷം ആഘോഷിക്കപ്പെടുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ഈ സംരംഭം, ഈ സംഗമം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ദാരിമിക്ക് ഇതുപോലെ ഈ ദർസിനെ ഇനിയും ഒരുപാട് വികസിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ച് അവരുടെ മരണപ്പെട്ട ഉസ്താദന്മാരുടെ ഖബറുകളൊക്കെ അല്ലാഹു സുഖപൂങ്കാവനാക്കി കൊടുക്കട്ടെ. അവരുടെ ഉസ്താദും അളാപ്പയൊക്കെ ആയ ബഹുമാനപ്പെട്ട കൂമണ്ണപ്പോക്കർ മുസ്ലിയാർ, അദ്ദേഹം രോഗബാധിതനാണെന്നുള്ളത് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗത്തിനെ ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കുള്ള രോഗങ്ങളെയും നമ്മളെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരട്ടെ. എല്ലാ ശർറുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊക്കെയുള്ള ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. സ്വർഗത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖുബൂറിനെ അല്ലാഹു സുഖപൂങ്കാവനായി. ബഹുമാനമുള്ളവരെ, ഒരു ദർസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നാട്ടുകാരാവുന്ന നിങ്ങളോടും ഇവിടെ കൂടിയവരോടൊന്നും അധികം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഗുണവും ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളൊക്കെ പൂർണ്ണമായി ആസ്വദിച്ചവരാണ് ഈ സദസ്സിലുള്ള എല്ലാ ആളുകളും. ഞാൻ എപ്പോഴും പറയലുണ്ട്, വളരെ ചുരുങ്ങിയ നിലക്ക് വിശുദ്ധമാവുന്ന ദീൻ പഠിപ്പിക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് ദർസ് എന്നുള്ളത്. ചുരുങ്ങിയ നിലക്ക് പഠിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിന് വേണ്ട ഒരുപാട് പദ്ധതികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ വളരെ ചെലവ് കൂടിയ പദ്ധതികളാണ്. ദർസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുദരിസ് അല്ലെങ്കിൽ 2 മുദരിസ്, അല്ലെങ്കിൽ ചില ദർസുകളിലൊന്നും രണ്ടാമത്തെ ഒരു മുദരിസിന് ആവശ്യം തന്നെ ഇല്ല. പഴയ കാലത്ത് ഉസ്താദന്മാരുടെ തിയറി അങ്ങനെ. അവരെ കയ്യിൽ പഠിക്കുന്നതായ വലിയ വലിയ ഉസ്താദന്മാരായിരിക്കും അവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കുക. അതൊരു പരിശീലനം കൂടിയാണ് അവർക്ക്. ദർസ് നടത്താനുള്ളൊരു പരിശീലനം കൂടിയാണ് നടത്തപ്പെടുന്നത്. ആ നിലക്കുള്ള സ്വഭാവത്തിലാണ് ഒന്ന്. അതപ്പോൾ ഉസ്താദിനിക്കോ അല്ലെങ്കിൽ ഒരു ഉസ്താദിനിക്കോ ഒക്കെ ശമ്പളം കൊടുത്താൽ മതി. മറ്റൊന്ന്, ഈ കുട്ടികൾക്കൊക്കെ ഭക്ഷണം, ആ ഭക്ഷണം എന്നുള്ളത് അത് വീടുകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കണ സമ്പ്രദായമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലുള്ള സ്ത്രീകൾക്ക് പ്രത്യേക ഒരു ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ പ്രത്യേക ക്ലാസ്സുകളൊന്നും നടത്തപ്പെടാറില്ല. നമ്മളിതുപോലെ സംഘടിപ്പിക്കുന്ന പഴയ വയലുകളുണ്ട് രാത്രിയിൽ. അന്നത്തെ വയലു എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തെയും പഠിക്കാനുണ്ടാവും. അന്ന് വയലു കേൾക്കാൻ നമ്മൾ വിരലിൽ ചിരിച്ചുകൊണ്ടാണെങ്കിലും പോകുമ്പോൾ കരഞ്ഞു പോകും. കാരണം ഉഖ്റവിയാവുന്ന ആലിമീങ്ങളായിരുന്നു അന്ന് വയലു പറഞ്ഞിരുന്നു. അവർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല, ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ല.
അവർക്ക് വലിയ നിബന്ധനകളൊന്നുമില്ല. നമ്മൾ എന്ത് കൊടുത്താൽ കഞ്ഞി കൊടുത്താലും അവർ കുടിക്കും. നീ ചായ മാത്രം കുടിച്ചാൽ അത് കുടിച്ചു പോകുന്നു നമ്മളോടൊന്നും പറയില്ല. ഇന്ന ഭക്ഷണമാണെന്നുള്ള ഒരു തീയതിയൊന്നും അവർക്കില്ല. അവർക്ക് ഇത്ര കൊടുക്കണം എന്നുള്ള അന്നേരക്കുള്ള ഒരു പറയില്ല. അവർ പറയുക അല്ലെങ്കിൽ വേറെ ആൾക്കൊണ്ട് പറയിപ്പിക്കൊന്നും അവർ ചെയ്യൂല. അതാണ് പൂർണ്ണമായി ഉഹർവിയായ ആലിമ്യങ്ങളെന്ന് അന്ന് വയറു പറഞ്ഞത്. അതായത് യഥാർത്ഥ ഒരു ആലിമ്യനുണ്ടാവേണ്ട സ്വഭാവമുള്ള ആലിമ്യങ്ങൾ എന്നുള്ള അർത്ഥം. അപ്പം അവർ വയറു പറഞ്ഞ് 40 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ 10 ദിവസമൊക്കെ വയറിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആ വയറിൽ നിന്ന് കിട്ടുന്ന ഇൽമുകളായിരുന്നു അന്ന് സ്ത്രീകൾക്കുണ്ടായിരുന്നത്. പിന്നെ അവർക്കുള്ള ഇൽമ എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ ഭക്ഷണത്തിന് വരുന്നതായ മുത്താലിമ്യങ്ങൾ അവരിൽ നിന്നാണ് അന്നത്തെ അധിക സ്ത്രീകളും മസാല ചോദിച്ച് പഠിച്ചിരുന്നത്. അധിക സ്ത്രീകളും അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അവർ അന്ന് ദർസിലൊക്കെ പല അനുഭവങ്ങളും പറഞ്ഞു കേൾക്കാം. മസാല ചോദിക്കുമ്പോൾ മുത്താലിമിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേന്ന് ഭക്ഷണം മോശമാവുന്നു. അങ്ങനെ ചില വീടുകളുണ്ടാവും. കാരണം ഈ മൂല്യം ഇത്ര ഇയാൾക്ക് ക്വാളിറ്റി കമ്മിയാണെന്നുള്ളത് ഉമ്മമാരൊക്കെ അങ്ങനെ വിശ്വസിക്കുക. ഇനി ഏതായാലും കുട്ടിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് വന്ന് ചോദിച്ചിട്ടെങ്കിലും അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കും കുട്ടികൾ. പിന്നെ നാട്ടിലുണ്ടാകുന്ന ചെറുപ്പക്കാർ അവരെ സ്നേഹിതന്മാരാവുന്ന മുത്താലിമ്യങ്ങളുമായി കൂടിക്കൊണ്ടിട്ട് അവർക്കും ഒരു പ്രത്യേകമാവുന്ന ഒരു ആത്മീയ സ്വഭാവം ഉണ്ടാവാൻ ദർസ് ഉപകരിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ദർസിൽ വന്ന് പഠിച്ച് ആ ദർസിൽ അവരെ പ്രായക്കാരാവുന്ന കുട്ടികളോടൊപ്പം കൂടിക്കൊണ്ട് ദർസിൽ വന്ന് പഠിക്കണമെന്നുണ്ടാവുന്ന ഒരു ഗുണം അത് ആസ്വദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. ഇന്നിവിടെയുള്ള കാരണന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഏതെങ്കിലും ദർസ് പഠിച്ച ആളുകളായിരിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മുതാലിമിനെ ദർസിൽ കൊണ്ടുവന്നാൽ ഉസ്താദ് ആദ്യമായി ചെയ്യണത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ തഖ്വൻ്റെ വിത്ത് മുളപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടീൻ്റെ ഹൃദയത്തിൽ മനുഷ്യന്മാരാവുമ്പോൾ ഉണ്ടാവുന്ന ചില തെറ്റുകളൊക്കെ ഉണ്ടാവും, അതില്ല എന്നല്ല പറയണത്. പക്ഷേ പഴയ കാലത്തൊക്കെ ദർസിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ വാപ്പാർ കൊണ്ടുപോയി ആ വലിയ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് നാട്ടിലുള്ള കുട്ടിയാവട്ടെ പുറം നാട്ടിൽ നിന്നുള്ള കുട്ടിയാവട്ടെ. എന്നാൽ ഉസ്താദ് അവർക്ക് ആദ്യമായും കൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാക്കാൻ പറ്റിയതായ അറിവുകളായിരിക്കും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തഖ്വൻ്റെ ഒരു വിത്തായിരിക്കും ആദ്യം ഉസ്താദ് അവൻ്റെ ഹൃദയത്തിൽ മുളപ്പിക്കുക. കാരണം ഹൃദയത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നൽ ഖൽബക മിർആത്തിൻ, ഹൃദയം ഒരു കണ്ണാടി പോലെയാണെന്ന്. അതിൻ്റെ സ്വഭാവം തുക്ഷഫു ഫീൽ ഉമൂർ അഹ്കായിക്കുൽ ഉമൂർ അൽ മങ്കൂശത്തു ഫി ലൗഹിൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ ലോകത്തുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്കുള്ളതായ സർവ്വ ഹഖായിക്കുകളെയും ആ ഹൃദയത്തിൽ കശ്ഫ് ചെയ്യപ്പെടാൻ പറ്റിയ നിലക്ക് ഹൃദയത്തിന് ശുദ്ധീകരിക്കപ്പെടും. അതിനാവശ്യമായ അത് ആ നിലക്ക് പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് കഴിയൂല. അത് അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ആവശ്യമുള്ള സമയത്ത് ലൗഹുൽ മഹ്ഫൂദായിട്ട് ബന്ധപ്പെട്ട് ആ ലൗഹിൽ രേഖപ്പെടുത്തപ്പെട്ടതായ സർവ്വ ഹഖായിക്കുകളെയും ഹൃദയത്തിൽ കശ്ഫ് ചെയ്യപ്പെടാൻ പറ്റിയ നിലക്കുള്ള ഹൃദയമായിരിക്കും അമ്പിയാക്കന്മാരുടെ ഹൃദയം. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ അവരെ കൽബ് ഉറങ്ങൂല എന്ന് പറയും. കൽബ് ഉറങ്ങാൻ പാടുള്ളതല്ല അവർക്ക്. നമ്മൾ ഉറങ്ങണ മാതിരിക്കല്ല അവർ ഉറക്കുമെന്ന് പറയും. അവരെ കണ്ണുറങ്ങിയാൽ ഒരു മനുഷ്യനെന്നുള്ള നിലക്ക് ഉറക്കുകൊണ്ട് കിട്ടുന്ന ഗുണം അവർക്ക് അതുകൊണ്ടും കിട്ടും. അപ്പോൾ ആ നിലക്ക് കൽബിനെ വിശുദ്ധാക്കലാണ് മഹാന്മാരാവുന്ന മുറബിയായ മശായിഖന്മാർ ചെയ്തതുപോലെ. ഷെയ്ഖുക ഉവല്ലദി അഖ്റജക മിൻ സിജിനിൽ ഹവ, തടിൻ്റെ ഇച്ഛയിൽ നിന്ന് നിനക്ക് മോചനം നൽകാൻ ഷെയ്ഖിന് കഴിയണം. ഒമാസാല യജ്ലു മിർആത്ത കൽബിക്ക്, നിൻ്റെ ഹൃദയമാവുന്ന ആ കണ്ണാടിയെ കടഞ്ഞ് ശുദ്ധീകരിച്ച് അത്താ തതജല്ലാ ഫീഹി അൻവാർ റബ്ബിക്ക്, റബ്ബിൻ്റെ പ്രഭകൾ ആ ഹൃദയത്തിൽ പതിക്കപ്പെടാൻ പറ്റുന്ന നിലക്ക് നിൻ്റെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് തരാൻ ഷെയ്ഖിന് കഴിയണം. അതായിരുന്നു മഹാന്മാരാവുന്ന മശായിഖന്മാരൊക്കെ. റസൂൽ അതാണ് ചെയ്തത്. സഹാബത്തിൻ്റെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചു. അവരുടെ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ്റെ പ്രഭകൾ
ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെപ്പറ്റി നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്ക് അവരാ ഹൃദയത്തിനെ റസൂൽ ശുദ്ധീകരിച്ചു. ഈ ശുദ്ധീകരണമാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നടത്തിയത്. ഇതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു നടത്തിയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അതാണ് നടത്തിയത്. അലി റളിയല്ലാഹു അൻഹു അതാണ്. പിന്നീട് വന്ന മഹത്തുക്കളാവുന്ന മുറബിയാവുന്ന മശായിഖന്മാർ മുഴുവൻ ഇവിടെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പണിയാണ് ദർസിൽ വന്നാൽ കുട്ടികൾക്ക് ഉസ്താദന്മാർ ആദ്യമായി കൊണ്ട് അവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കപ്പെടാൻ പറ്റിയ നിലക്കുള്ള ഇൽമുകൾ പറഞ്ഞു കൊടുക്കും. അതിനാവശ്യമാവുന്നതായ നിർദ്ദേശങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ തഖ്വൻ്റെ വിത്ത് വിതരപ്പെടുകയാണ് യഥാർത്ഥത്തിൽ പള്ളി ദർസിൽ കൂടി ആദ്യമായി കൊണ്ട് ചെയ്യണത്. വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. ശറഈയാവുന്ന ഇൽമുകൾ നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഇൽമ് വന്ന് ഇറങ്ങാൻ പറ്റിയ നിലക്ക് നമ്മളെ ഹൃദയത്തിനെ നമ്മൾ ശുദ്ധീകരിക്കണം. തഖ്വയിൽ അധിഷ്ഠിതമാവുന്ന ജീവിതമാവണം നമുക്ക്. എന്നാലേ അവനിലുള്ള ഇൽമിനെ സംബന്ധിച്ചാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിലേക്ക് ബന്ധമുള്ള ഇൽമ് എന്ന് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറേ ദർസ് നടത്തി വയത് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ പറയണത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിലേക്ക് ചെന്ന് മുട്ടുന്ന ഇൽമല്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിലേക്ക് ചെന്ന് മുട്ടുന്ന ഇൽമാവണമെന്നുണ്ടെങ്കിൽ, അമ്പിയാക്കന്മാരുടെ യഥാർത്ഥ വാരിഥികളാവണമെങ്കിൽ എന്ത് വേണം? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവണം. ഇതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ പള്ളി ദർസിൽ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ആദ്യമായിട്ട് തഖ്വ ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. തഖ്വ ഉണ്ടാകാൻ പറ്റിയതായ ഉപദേശങ്ങളാണ്. അവൻ്റെ ഓരോ സംഗതി, അവൻ്റെ നിസ്കാരം, അവൻ്റെ വുളു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉസ്താദ് നിന്ന് നിയന്ത്രിച്ചു കൊണ്ടിട്ട് എന്തെങ്കിലും തകരാറുകൾ അവനിൽ നിന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഓർമ്മപ്പെടുത്തി കൊണ്ടിട്ട് മഹാന്മാരാവുന്ന മശായിഖന്മാർ അവരെ മുരീദന്മാർ ചെയ്യണത് പോലെ ആ നിലക്കുള്ളൊരു വിദ്യാഭ്യാസ രീതിയാണ് പള്ളി ദർസുകളിൽ മുമ്പുള്ളത്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പള്ളി ദർസ് ഒരു നാട്ടിലുണ്ടായി തീർന്നാൽ ആ രാജ്യത്തെ ധാർമ്മികമായി ആത്മീയമായി ഉയർത്തുന്നതിന് ഏറ്റവും ചിലവ് കുറഞ്ഞുകൊണ്ട്, ഇന്നിപ്പോൾ നമ്മൾ വയത് സംഘടിപ്പിക്കണമെങ്കിൽ നമുക്ക് വലിയ ഒരുപാട് സംഖ്യ വരും. ഇപ്പോൾ ചില സെറ്റിനൊക്കെ തന്നെ 60, 70, 80 ഒക്കെ ആണ് ഒരു ദിവസത്തെന്നാണ് പറഞ്ഞതാണ്. കാരണം അങ്ങനത്തെ സെറ്റുണ്ടെങ്കിൽ ഉസ്താദന്മാർ വയത് പറയുള്ളൂ, പോലെ പറഞ്ഞിട്ടും കാര്യമില്ല. വേറെ ദിവസം പറയില്ലേ. അപ്പം അതിനാവശ്യമുള്ള നിലക്കുള്ളതായ അവർ നിർദ്ദേശിക്കുന്ന സ്പീക്കറും മറ്റൊക്കെ വേണ്ടി വരും. ഇതറിയാത്തവരിപ്പോൾ നമ്മളെ മാതിരിക്കുള്ളത് എന്ത് മുന്നിൽ കൊണ്ടുവച്ചാലും അതിൽ പറയും. നമുക്കിതിനെ പറ്റി അറിയില്ല, അതിൻ്റെ ടെക്നോളജി ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് നമ്മളെ മുന്നിൽ കൊടുന്ന് വെച്ചാലും നമുക്കൊന്നും നിബന്ധനയില്ല. നീ മരിച്ചപ്പോൾ മരിച്ച, അതുകൊണ്ട് ആർട്ടിന് വല്ല തകരാറുണ്ടാകുകയാണെങ്കിൽ അപ്പം അതിന് ചികിത്സിക്കാന്നുള്ള നിലക്ക് നമ്മൾക്കൊക്കെ ഇപ്പം അങ്ങനെയുള്ളൂ. കാരണം ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട്. ഇതിൻ്റെ ടെക്നോളജിയൊക്കെ അറിയുമ്പോൾ ആണ് മനസ്സിലാകുന്നത് ഇന്നെ തകരാറ് തീരുണ്ടാവും, ഇന്ന സെറ്റ് വേണം, അതിൻ്റെ നിബന്ധനകൾ അതിൻ്റെ അതൊക്കെ ആദ്യം തന്നെ എഴുതി കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരു നിലക്കുള്ള വലിയ വലിയ ചിലവുകളാണെന്ന് വിശുദ്ധമാവുന്ന ഇൽമിൻ്റെ പ്രചരണത്തിന് ആവശ്യമായിട്ടുള്ളൂ. ഇങ്ങനത്തെ വലിയ ചിലവൊന്നും ഇല്ലാത്ത നിലക്ക് ചുരുങ്ങിയ നിലക്ക് പഠിപ്പിക്കാൻ ജനങ്ങളെ മുഴുവനും ആത്മീയമായി ഉദ്ധരിക്കപ്പെടാൻ പറ്റിയ നിലക്കൊരു സംവിധാനമാണ് പള്ളി ദർസ്. അപ്പോൾ ആ പള്ളി ദർസ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്നാൽ ആ പള്ളി ദർസിൽ നമ്മളൊക്കെ ഈ നാട് ദർസിലേക്ക് അത് അധവദിച്ചിട്ടുണ്ടോ എന്നുള്ളത് പേടിക്കപ്പെടണം. നാട്ടു ദർസ് എന്ന് പറഞ്ഞ സംഗതി അതുണ്ടായിക്കോട്ടെ, അത് ആ വിദേശി ദർസിനോട് കൂടെ സംഗമിച്ചുകൊണ്ടാണ് അത് പോകേണ്ടത്. അല്ലാതെ വെറും ഒരു നാട് ദർസ് എന്ന് പറഞ്ഞാൽ ദർസിനെ പറ്റപ്പെടുത്ത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ദർസ് അത് പള്ളി ദർസുകൾ ആ പഴയ സ്വഭാവത്തിൽ വിദേശികളായ കുട്ടികളെ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അതോടൊപ്പം നാട്ടിലെ കുട്ടികളെ കയ്യിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ദർസ്, ആ നിലക്കാണ് ദർസ് നമ്മളിവിടെ സംവിധാനിക്കേണ്ടത്. അപ്പോൾ ഈ ദർസ് കൊണ്ടുള്ള നേട്ടം അത് ചില്ലറ നേട്ടമൊന്നുമല്ല, വലിയ നേട്ടങ്ങളാണ്. ആ ദർസിൽ നിന്നുണ്ടാക്കി തീർക്കുന്നതായ ഒരു ആത്മീയ സ്വഭാവമുണ്ട്. ദർസിൽ നിന്നുണ്ടാക്കി തീർക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതായ അവരെ വേഷവിധാനം, അവരൊരു ആലിമാണെന്ന് മനസ്സിലാകാൻ പറ്റിയതായ സ്വരൂപം, ആ വസ്ത്രധാരണ, വലിയവരെ ബഹുമാനിക്കണ സ്വഭാവം,
ദീനിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. വലിയവരെ ബഹുമാനിക്കണം. വലിയവരെ മാത്രമല്ല, ദീനിൻ്റെ എല്ലാ ഷിയാറുകളെയും ബഹുമാനിക്കണം. ദീനിൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ദീനിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് നമ്മളും വിദഈ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അവർ ദീനിൻ്റെ അടിസ്ഥാനമാവുന്ന ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ബഹുമാനിക്കുക എന്നുള്ളതിനെ പൂർണ്ണമായി കൊണ്ട് അതിന് കത്തിവെച്ചിക്കുക. നേരെമറിച്ച് നമ്മളങ്ങനെയല്ല. നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം എന്താ? ബഹുമാനപ്പെട്ട വിശുദ്ധമാവുന്ന ഈ ദീനിൻ്റെ അടിസ്ഥാനം എന്താ? ബഹുമാനിക്കപ്പെടേണ്ട സംഗതികളൊക്കെ ബഹുമാനിക്കണം. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ ദീനിൻ്റെ ഷിയാറുകളാണ്. ദീനിൻ്റെ ഷിയാർ എന്താണോ ദീനിൻ്റെ ഷിയാർ, ആ ഷിയാറുകളെ മുഴുവൻ ബഹുമാനിക്കണം. അമ്പിയാക്കന്മാരെ ബഹുമാനിക്കണം, അള്ളാഹുവിൻ്റെ ഔലിയാവിനെ ബഹുമാനിക്കണം, മഹാന്മാരോട് ബന്ധപ്പെട്ട പുണ്യമായ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെ ബഹുമാനിക്കണം, മഹാന്മാരോട് ബന്ധപ്പെട്ട മറ്റുള്ള സംഗതികളുണ്ടോ. അപ്പം അവരോട് മഹാനാവുന്ന ഇമാം തഖീയുദ്ദീൻ സുബ്കി തങ്ങളെ അഷ്റഫിയ മദ്രസ എന്ന് തന്നെ, നമ്മളെ ഈ ചെറിയ മദ്രസ എന്ന് തന്നെ വലിയ സ്ഥാപനമാണ്, അവിടെ മുദരിസായി കൊണ്ടുപോയി. തഖീയുദ്ദീൻ സുബ്കി എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്. അവരെ മക്കളൊക്കെ തന്നെ വലിയ മഹാന്മാരാണ്. താജുദ്ദീൻ സുബ്കി തങ്ങൾ, ബഹാവുദ്ദീൻ സുബ്കി തങ്ങൾ, ഇവരൊക്കെ വലിയ ആളുകളാണ്. അങ്ങനത്തെ തഖീയുദ്ദീൻ സുബ്കി തങ്ങൾ അഷ്റഫിയ മദ്രസയിൽ മുദരിസായി കൊണ്ടുവന്നപ്പോൾ അവർ പരിചയപ്പെടുത്തി കൊടുത്തു അതിൻ്റെ കമ്മിറ്റിക്കാർ. ഇവിടെ മുമ്പ് ദർസ് നടത്തിയിരുന്ന മഹാനാവുന്ന മുഹാജിറുൽ മദ്ഹബ് നബി ഇമാം തങ്ങളാണ്. ഷാഫി മദ്ഹബിനെ ഉള്ള അഭിപ്രായങ്ങളെ ശരിക്ക് ക്രോഡീകരിച്ചു. അതിൽ നിന്ന് ഏറ്റവും പ്രബലമാക്കേണ്ടത് ഏതാണെന്നുള്ളത് പ്രബലമാക്കി തന്ന രണ്ട് വ്യക്തികളാണ് മഹാനാവുന്ന ഇമാം റാഫി തങ്ങളും ഇമാം നവവി തങ്ങളും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് മുഹാജിറുൽ മദ്ഹബ് എന്ന് പേര് പറയപ്പെടാനുള്ള കാരണം. അപ്പം അങ്ങനത്തെ ഇമാം നവവി തങ്ങളാണ് അവിടെ മുമ്പ് ദർസ് നടത്തിയിരുന്നത്. അപ്പോൾ തഖീയുദ്ദീൻ സുബ്കി തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ സ്ഥലങ്ങൾക്കറിയോ, ഇത് മഹാനാവുന്ന ഇമാം നവവി തങ്ങൾ ദർസ് നടത്തിയിരുന്ന സ്ഥലം. മൂപ്പര് ഇവിടെ ഇരുന്നാണ് ദർസ് നടത്തിയിരുന്നത്. മൂപ്പര് കിതാബ് മുത്താലായി ചെയ്തത് ഇവിടെ ഇരുന്നിട്ടാണ്. മൂപ്പര് കിതാബ് എഴുതിയിരുന്നത് ഇവിടെ ഇരുന്നിട്ടാണ്. അങ്ങനെ ഇമാം നവവി തങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞു, വഫീദാരിൽ ഹദീസ് ലത്തീഫു മഅനൻ ഇലാ ബസ്തില്ലഹ അസ്ബുവാവി ലഅല്ലി അന ബിഹരി വജ്ഹി മക്കാനൻ മസ്സഹു ഖദമുൻ നവാവി. ഇവിടെ എന്തൊക്കെ ഞാൻ അനുഭവിക്കലുണ്ട് എന്നാ. ഇവിടെ ഈ സ്ഥലത്ത് ഒരുപാട് എന്തോ എനിക്ക് പറയാൻ പറ്റാത്ത എന്തൊക്കെയാ ഒരുപാട് പിന്നെ അനുഭൂതികൾ ഞാൻ ഇവിടുന്ന് ആസ്വദിക്കുന്നു. മഹാനാവുന്ന ഇമാം നവവി തങ്ങളെ കാല് സ്പർശിച്ച ഈ സ്ഥലം, ഇതിന് ഞാനൊന്ന് മുത്തട്ടെ എന്ന് പറഞ്ഞ് അവിടെ മുത്തുകയാണ് മഹാനാവുന്ന ഈ തഖീയുദ്ദീൻ സുബ്കി തങ്ങൾ. അതാണ് ദീനിൻ്റെ അടിസ്ഥാനം. ആ ദീനിൻ്റെ അടിസ്ഥാനമാണ് ആദ്യമായിട്ട് തന്നെ മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖൽഖ് ചെയ്തപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ലോകത്തുള്ള ഇൽമുകൾ, എല്ലാ അറിവുകളെയും ആദം നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ഈ പുതിയ ശാസ്ത്ര സംവിധാനങ്ങളൊക്കെ അതിൽ നിന്ന് പോകുന്നതാണ്. അത് വേറൊരു പതിപ്പായിരുന്നു. മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ശാസ്ത്രീയ, അത് ഇലാഹിയാവുന്ന ചില ശാസ്ത്രീയ സംവിധാനങ്ങൾ, മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് പിന്നീട് ഇവിടെ വന്ന എല്ലാ ഭൗതിക ശാസ്ത്രങ്ങളും. അപ്പോൾ മലായിക്കത്തിനോട് അല്ലാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പം പിന്നെ അവിടെ ന്യായം പറയേണ്ട ആവശ്യമില്ല. ഇബ്ലീസ് ന്യായം പറഞ്ഞു. ആ ന്യായം തെറ്റാണ്. അവൻ്റെ ന്യായം എന്താ? ആദമിനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിനാലാണ്, എന്നെ സൃഷ്ടിക്കപ്പെട്ടത് തീയിനാലാണ്. മണ്ണും തീയും കൊള്ള നോക്കുമ്പോൾ തീയിനിക്കാണ് സ്ഥാനം കൂടുതലുള്ളത്. അതുകൊണ്ട് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട എനിക്കാണ് ആദം സുജൂദ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ന്യായമല്ല. അവൻ പറഞ്ഞത് വളരെ വിഡിത്താണ്. കാരണം മണ്ണും തീയും കൊള്ള നോക്കുമ്പോൾ മണ്ണിനിക്കാണ് മഹത്വം കൂടുതലുള്ളത്. കാരണം മണ്ണിൻ്റെ സ്വഭാവം ഒരു സാധനത്തിനെ മുളപ്പിച്ചുണ്ടാക്കുക എന്നുള്ളത്, തീയിൻ്റെ സ്വഭാവം ഒരു സാധനത്തിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതുമാണ്. അപ്പം അവൻ്റെ യുക്തി കൊണ്ട് അവനക്ക് അത്രേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇബ്ലീസിനിക്ക്. പക്ഷേ ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ സന്നദ്ധനായില്ല.
ആദം നബിക്ക് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആദം നബിയെ ബഹുമാനിക്കണം എന്നാണ് മലായിക്കത്തിനോട് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? മലായിക്കത്താവുന്ന നിങ്ങളെക്കാൾ ഈ മനുഷ്യന്മാർക്ക് ഇവിടെ വളർന്ന് ഉയരാൻ അവർക്ക് കഴിയും. നിങ്ങൾ എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ ഇവർക്കെത്താൻ കഴിയും. മെഹറാജ് രാത്രി കണ്ടില്ലേ? നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും അനുമതിയില്ലാത്ത സ്ഥലത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നെത്തുകയാണ്. അപ്പം മനുഷ്യരിവിടെ ഉയർന്നു കഴിഞ്ഞാൽ മലായിക്കത്തെ നിങ്ങളെക്കാൾ ഉയരാൻ കഴിയും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഈ അമ്പിയാക്കന്മാർ. അതുകൊണ്ട് ആദം നബിക്ക് സുജൂദ് ചെയ്യണം. എന്തുകൊണ്ട്? ദീനിൻ്റെ അടിസ്ഥാനം ബഹുമാനാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞാൽ ആർക്കും സുജൂദ് ചെയ്യാലോ, മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാഹ് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറയുകയാണ് ചെയ്യണത്. അത് ആദം നബിനെ വസീലാക്കി അള്ളാഹ്ക്ക് സുജൂദ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആദം നബിക്ക് സുജൂദ് ചെയ്യണം. ഉസ്ജുദൂ ലി ആദം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞാൽ ആർക്കും സുജൂദ് ചെയ്യാം. അപ്പോൾ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവനും എന്തോ ഒരു ബഹുമാനിക്കാൻ തയ്യാറല്ല. ഇത് ദീനിൻ്റെ അടിസ്ഥാനത്തിനുള്ള എതിരാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദീനിൻ്റെ അടിസ്ഥാനം ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ സ്ഥലങ്ങളെയൊക്കെ ബഹുമാനിക്കണം എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി പോകുമ്പോൾ ബത്ലഹമിലെത്തിയപ്പോൾ റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറഞ്ഞു, സ്വല്ലിയാഹുന റക്അത്തെ, ഇവിടുന്ന് 2 റക്അത്ത് കേൾക്കി നബിയെ. എന്നിട്ട് അതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്തു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആദാ ബൈത്തുലഹമിൻ, ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവിടെയാണ് പ്രസവിക്കപ്പെട്ടത്. ഈ സ്ഥലത്ത് എനിക്കൊരു പുണ്യമില്ല. ഈസ നബിനെ പ്രസവിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഈ സ്ഥലം വളരെ പവിത്രമാവുന്ന ബഹുമാനിക്കപ്പെട്ട സ്ഥലമായി നബിയെ. ഈ സ്ഥലത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. ആ മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാവട്ടെ ദിവസങ്ങളാവട്ടെ അതിനൊക്കെ ഒരു പുണ്യമുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതാണ് ദീനിൻ്റെ അടിസ്ഥാനം. അതൊക്കെ ദീനിൻ്റെ ശിആറുകളാണ്. അപ്പോൾ പള്ളി ദിവസത്ത് പഠിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ആദ്യം പഠിപ്പിക്കപ്പെടുന്നത് ദീനിൻ്റെ ശിആറുകളെ ആദരിക്കുക, വലിയവരെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം, നാട്ടിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കണം. വാപ്പാൻ്റെ പ്രായമുള്ളവരെ വാപ്പാനെ മാത്രം ബഹുമാനിച്ചാൽ വാപ്പാൻ്റെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഉസ്താദിൻ്റെ ശൈഖന്മാരെ ബഹുമാനിക്കണം, നമ്മളെക്കാൾ പ്രായം കൂടിയവരെ ബഹുമാനിക്കണം. ഇതാണ് പള്ളി ദർസിൽ കൂടി ഉണ്ടാക്കി തീർക്കുന്നതായ അടിസ്ഥാനപരമാവുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സ്വഭാവം. അപ്പോൾ ഈ നിലക്ക് മുത്തഅല്ലിമീങ്ങളെ ദീനിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ഹൃദയത്തിൽ തഖ്വൻ്റെ വിത്ത് വിതച്ചുകൊണ്ടിട്ട് ആ തഖ്വനെ വളർത്തിയെടുക്കാൻ ആവശ്യമാവുന്നതായ, അതായത് വിശുദ്ധ ഈമാനിനെ പ്രകാശിപ്പിച്ചെടുക്കാൻ, ആ ഈമാനിനെ വളർത്തിയെടുക്കാൻ ആവശ്യമാവുന്നതായ പ്രവർത്തനങ്ങളാണ് ദർസിൽ കൂടി മഹാന്മാരാവുന്ന ഉസ്താദന്മാർ കുട്ടികൾക്ക് ശീലിപ്പിക്കുന്നത്. അതായത് തികച്ചും മുഹർവിയാവുന്ന ഉലമാ, ആ ഉലമാ അവരാണ് യഥാർത്ഥ ഉലമാ. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസംഗിക്കുക ദർശനത്തിന് എല്ലാവരെ പറ്റിയല്ല അൽ ഉലമാ എന്ന് പറഞ്ഞത്. യഥാർത്ഥ ഉലമാ എനിക്കുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ, ആ സ്വഭാവ ഗുണങ്ങളുള്ളവർ, അതാണ് ആ സ്വഭാവ ഗുണങ്ങളുള്ള ആലിമീങ്ങൾ മാത്രമേ അമ്പിയാക്കന്മാരാനന്തരാവകാശികളാവുള്ളൂ. അപ്പോൾ കഴിയണത്ര ആ സ്വഭാവമുള്ള ഉലമാവിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അതിനുള്ള ഒരു വേദിയാണ് ഇതുപോലുള്ള ദർസുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ദർസുകളെ പോഷിപ്പിക്കണം, ദർസുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, ആ ദർസുകളെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇത് ദീൻ ഇവിടെ നിലനിർത്താൻ ആവശ്യമാവുന്ന സംഗതി. ദീൻ്റെ സ്വഭാവം ദീൻ നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ദീൻ ഈ ദീനുമായിട്ട് ഇവിടെ വരുമ്പോൾ അത് മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ച നിന്നത് പുതിയ ഒരു ശരീഅത്ത് ആയിട്ട് റസൂലുള്ളാഹി വന്നിട്ടുള്ളൂ. അടിസ്ഥാനപരമായി മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ പ്രബോധനം ചെയ്ത ആ പ്രബോധനത്തിൻ്റെ തുടർച്ചയാണ്. അതായത് ഇസ്ലാം ദീനിൽ തന്നെ നബിയും പ്രബോധനം ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമാവുന്ന ശരീഅത്തിനെ അള്ളാഹു അവതരിപ്പിച്ചു. മുമ്പുള്ള അമ്പിയാക്കന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെ. ഓരോരുത്തർക്കും അവരുടെ കാലഘട്ടത്തിനോട്, അവരുടെ അന്നത്തെ ജനങ്ങളോട്, ആ പ്രദേശത്തിനോടൊക്കെ യോജിച്ച് നിൽക്കുന്ന ശരീഅത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശരീഅത്തുകൾക്കൊക്കെ പ്രത്യേകമാവുന്ന സമയങ്ങളുണ്ടായത്. ആ സമയം കഴിഞ്ഞാൽ അത് ദുർബലപ്പെട്ടോളണം എന്നാണ്, അതിനെ ദുർബലപ്പെടുത്തിക്കൊള്ളണം. അതുകൊണ്ട് അവരെ ശരീഅത്തിൽ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യം വന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത് അത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ ഇത് നിലനിൽക്കേണ്ട കാലം വരെ ഇവിടെ നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത് ഇത് അള്ളാഹു അവതരിപ്പിച്ചു. ഇവിടെ അതിനെ സംരക്ഷിക്കേണ്ട സംവിധാനങ്ങൾ അള്ളാഹു ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിലക്ക് അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ നബി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ വളരെ മോശമായ അവസ്ഥയായിരുന്നു. അതല്ലേ ബദഅൽ ഇസ്ലാമു ഗരീബ എന്ന് റസൂൽ പറഞ്ഞു. ഇസ്ലാം ഇവിടെ അവതരിക്കുന്നത് ഏത് നിലക്കാണ്? അത് അന്നുണ്ടായിരുന്ന സർവ്വ ഫസാദുകളെയും ഇസ്ലാഹി ചെയ്തുകൊണ്ട് നന്നാക്കാൻ വേണ്ടിയാണ് ഇസ്ലാം ഇവിടെ വന്നത്. അതിൻ്റെ തുടങ്ങിയ കാലഘട്ടത്തിലുള്ളത് പോലുള്ളൊരു അവസ്ഥ ഇവിടെ വരും. തൂബാലിൽ ഖുറബാ, ആ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്നതായ സർവ്വ ഫസാദുകളും അല്ലദീന യുസ്ലിഹൂനൽ ഫസാദ്, ഇവിടെ നടക്കുന്ന സർവ്വ ഫസാദുകളെയും നന്നാക്കി തീർക്കുന്ന ആളുകൾ ആരാണോ അവർക്കാണ് എല്ലാ നിലക്കുള്ള വിജയവും. അപ്പോൾ ദീൻ ഇവിടെ ഫസാദായി കൊണ്ട് വരുന്നതായ ഇവിടെ ഈ ലോകം ഫസാദീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അടിസ്ഥാനപരമായി ദീൻ്റെ സ്വഭാവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ഉറബാ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ആ ഉറബാ ഇവിടെ ഉണ്ടാവണം. അവർക്ക് ദുന്യാവായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഒരീബ് എന്ന് പറഞ്ഞാൽ ദുന്യാവായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ദുന്യാവ് വേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദുന്യവിയാവുന്ന തറഫുഹാത്തുകൾ, ദുന്യവിയാവുന്ന ആഡംബരങ്ങൾ ഇത് ഇവിടെ ആസ്വദിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാവാൻ പാടില്ല. അങ്ങനത്തെവർക്ക് ഈ പ്രബോധനത്തിന് അവകാശമില്ല. ദുന്യവിയാവുന്ന സൗകര്യങ്ങൾ ആസ്വദിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ്റെ മഹാനാവുന്ന മുഹദ്ദിസ് ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ അൻ തതുറുക ദുനിയാ മിൻ ഖൽബിക വതളഅഹ ഫീ ജൈബിക ഔ യദിക, ഹൃദയത്തിൽ ആ ദുന്യാവിനുള്ള മഹബത്തിനെ ഉപേക്ഷിക്കുക. എൻ്റെ കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ എൻ്റെ കീശയിൽ വെച്ചോ അത് നിൽക്കിയ ദുന്യാവായിട്ട് ബന്ധം ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഉറബാ, അതാണ് തൂബാലിൽ ഉറബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. ആ നിലക്കുള്ളതായ ഉറബാവിനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കി തീർക്കേണ്ടത്. അവർക്ക് ഇവിടെ നവോത്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഇവിടെ വലിയ നവോത്ഥാനം നടത്തി. ആ നവോത്ഥാനത്തിൻ്റെ ആ പൈതൃകം അത് വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി കിട്ടപ്പെട്ടതാണ്. ആ പരമ്പരയെ സൂക്ഷിക്കുകയാണ് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമസ്ത കേരള ജമീയത്തുലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ നിലക്ക് ദീൻ ഇവിടെ രക്ഷപ്പെടണം, ദീൻ ഇവിടെ നിലനിർത്തണം. ആ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന സംഗതികൾ ഉണ്ടാവണം. അതിനെന്ത് വേണം? പള്ളി ദർസുകൾ അടിസ്ഥാനപരമായി ഇവിടെ ഉണ്ടാവണം, അത് ആവശ്യമാണ്. അപ്പോൾ പള്ളി ദർസുകൾ കൂടി ശീലിപ്പിക്കപ്പെടുന്ന ഈ നന്മകൾ, ആ നന്മകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആത്മീയത ഉണ്ടാക്കി തീർക്കുക കുട്ടികൾ. പക്ഷേ പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിയൂല. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ അമ്പിയാക്കന്മാരെ പോലെയല്ല. അമ്പിയാക്കന്മാർക്ക് ആ അവസ്ഥ അവർക്ക് നിർബന്ധമാണ്. അവരെ ഫിത്രത്തിൽ തന്നെ വസിൻഫുൻ മഫ്തൂറുൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ, മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവുന്ന എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട വിശുദ്ധമായ ഒരു ഫിത്രത്തായിരിക്കും അള്ളാഹു അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുള്ളത്. നമ്മളിലുള്ള സ്വഭാവം പോലെയല്ല അവർക്ക് അള്ളാഹു നൽകിയ, അവരിൽ അള്ളാഹു നിക്ഷേപിച്ച ഒരു ഫിത്രത്തുണ്ട്. അവരെ പ്രകൃതിക്കുണ്ടാവുന്ന പ്രത്യേകമാവുന്ന ഒരു സ്വഭാവം, ഒരടിസ്ഥാനം. അതെന്താ? അത് പൂർണ്ണമായിട്ടും മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള സർവ്വവൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും. സാധാരണ മനുഷ്യന്മാരെ ഫിത്രത്ത് പോലെയല്ല എന്നുള്ള അർത്ഥം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കഴിയണത്ര പരമാവധി അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന് വേണ്ട സാഹചര്യമാണ് പള്ളി ദർസുൽ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ കാലികമായി ആവശ്യമുള്ളതായ അറിവുകളൊക്കെ പഠിപ്പിക്കേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പഠിപ്പിക്കുമ്പോഴും അവിടെ അടിസ്ഥാനപരമായി ഈ ഇൽമുമായി ബന്ധപ്പെടുന്നവർക്കുണ്ടാവേണ്ട അടിസ്ഥാന ഗുണങ്ങളൊക്കെ അവരിലുണ്ടാവണം, അത് ഉണ്ടാക്കി തീർക്കണം. അതില്ലാത്ത നിലയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു പോയാൽ അത് അപകടമായിരിക്കും. അതുകൊണ്ടാണ് ഈ പള്ളി ദർസിൻ്റെ ഈ പ്രത്യേകത. ആരെന്ത് പറഞ്ഞാലും ആരെതിർത്താലും പള്ളി ദർസ് തന്നെയാണ്. അതെനിക്ക് ഒരു പോരായ്മയില്ല. അപ്പോൾ ആ പള്ളി ദർസിൻ്റെ ആ നന്മകൾ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മുത്താലിമീങ്ങളും ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തി കൊടുത്ത് ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കില്ല. എനിക്ക് ഏകദേശം ഒരു 9 മണിയാകുമ്പോഴെങ്കിലും ഉറങ്ങണം, 9-9:30 ഉറങ്ങണം. പിന്നെ രാവിലെ ദർസൊക്കെ ഉള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദർസിനെ ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ ഉസ്താദിന് നൽകണതായ ധാർമ്മിക നൽകണ ഈ ആദരവുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇനിയും ഇതിനേക്കാൾ ഉയർന്ന നിലക്ക് ദർസുകൾ ഇവിടെ സംഘടിപ്പിച്ചു കൊണ്ടിട്ട് ഇവിടെ ഈ മഹല്ലത്തിൽ നേതൃത്വം നൽകാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ. അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതായ എല്ലാവിധ ആദരവുകളും ബഹുമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു കൊണ്ടിട്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.